草原歌唱北京。谁的眼睛掠过的风景，迎风高唱五星红旗。我站在草原望北京，一望无际国泰安宁，唱出草原。ഇവിടെ വന്നിട്ട് നമ്മളുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെ കൂടെ തന്നെ എന്താ പറയാ എല്ലാം കളർഫുൾ ആക്കി തന്നു സിജോട്ടൻ. സോ ഒരു സ്പെഷ്യൽ താങ്ക്സ് സിജോട്ടന് ആൻഡ് ഏവ. എന്തായാലും ഇവർ രണ്ടുപേരെയും എന്താ പറയാ സെക്കൻഡ് തോട്ട്സ് ഇല്ലാണ്ട് ആർക്കായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ മെനി ട്രിപ്സ് വിത്ത് യു ഗൈസ്. സോ all about the groups. Yatra or our journey is very memorable and friendly, and especially I met Sijo. He's always taking personally care for each and every one of our group. We are parting the room, and he was coming always at 4 o'clock midnight, and I go to bed at 10 o'clock, and he will be at 4 o'clock. But in the morning he is very fresh, more than my best. He is very energetic. I always ask him, are you okay? Yes, I am double okay. And he starts his journey. That was the success of this group. Just landing to the Bangkok airport, to the moment, it was like a dream. നമ്മൾ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുന്നൊരു വ്യക്തിയാണ് നമ്മുടെ സിജോ. ഒരു ടൂർ മാനേജർ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തന്ന് അത് നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയായി നമ്മുടെ ടൂർ മാനേജറായ സിജോ മാറിയിരിക്കുകയാണ്. എന്റെ മനസ്സിലത് എക്കാലം ഉണ്ടാവും. യാത്ര വളരെ അനുഭവമായിരുന്നു. ഇതിനു മുൻപും പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് സിജു ഏൽപ്പിച്ച അയോയുടെ ടീം വെരി ഗുഡ്. വളരെ ഹാപ്പിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഹലോ, ഞാൻ ഇതുവരെയും പുറത്ത് ഒറ്റയ്ക്ക് പോയിട്ടില്ല. എൻ്റെ ഫാമിലി ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ സിജോന്റെ കൂടെയാണ് യാത്ര എന്ന് എന്നോട് റീനയാണ് പറഞ്ഞത്. എന്നാലും വീട്ടിൽ നിന്ന് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പോകാൻ വേണ്ടി. ആരൊക്കെയാണ് കൂടെ ഉണ്ടാവാന്ന് അറിയില്ല, അറിയാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ടെൻഷനിലാണ് വന്നത്. പക്ഷെ സിജോനെ കണ്ടപ്പോ അത് സംസാരിക്കുമ്പോഴും അതെ എൻ്റെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ എനിക്ക് തോന്നി. ആളെ അടുത്ത് പെരുമാറിയപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഈ യാത്ര. ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, എൻജോയ് ചെയ്തു. വീട്ടിലത്തെയും എല്ലാ കാര്യങ്ങളും മറന്ന്. To thank each and everyone who helped me to make my mom comfortable for this trip. I never thought it would be a smooth experience for me, but thanks to each and everyone in this whole bus who had helped me, and especially Eva and Sijo. I mean, they gave me so much of confidence that I could take my mom along with me wherever I can. It was a very great experience, so I will never forget it, because if you were not there, both were not there, I couldn't have made it. So yeah, thanks a lot. ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി സിജോയെ ആ സമയത്ത് അറിയുമായിരുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് ആദ്യത്തെ ആ ഫസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടോ, പാസ്പോർട്ടിന്റെ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ പോലും വളരെ സജീവമായ ഒരു സപ്പോർട്ട് സിജോയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് ശരിയാക്കി തരാം എന്നുൾപ്പെടെയുള്ള. കാരണം സാധാരണ എനിക്ക് തോന്നുന്നു ഈ ടൂർ ഓപ്പറേറ്റർമാർ ഇത്തരത്തിലുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ ഇല്ലാത്തതാണ്. കാരണം ഞാനിപ്പോൾ കോളേജിൽ നിന്നായാലും ഒരുപാട് ടൂറിൽ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര നൽകിയിട്ടുള്ളത്. കാരണം എന്തൊരു ക്രൈസിസ് വരുമ്പോഴും, പ്രത്യേകിച്ച് സമയത്തിന്റെ ഒക്കെ കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ ശുദ്ധി സംസാരിക്കേണ്ടായിട്ടുണ്ട്. ആ സമയം പോലും നമ്മൾ ഒരു തരത്തിലും ലേറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, നമ്മളെ കൂടെ നിന്നുകൊണ്ട് ചേർത്ത് കൊണ്ടുപോകുക എന്നുള്ളത് ടൂർ ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി ജോബ് ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് താങ്ക്സ്. ഞാൻ ഈ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കുമ്പോഴേ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടായ സംശയം എന്ന് പറഞ്ഞാൽ പയ്യന്നൂരാണല്ലോ നമ്മള്. അപ്പൊ ഈ തൃശ്ശൂരിലെ ഒരു ഏജൻസി ആയിട്ട് അത് സത്യം പറഞ്ഞാൽ നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണല്ലോ. അപ്പൊ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ വന്നവർക്കല്ല, നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അതാണ് ഡൗട്ട്.
ശരത്തേട്ടനടക്കം ചോദിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ അവിടുന്ന് ഒരു ഏജൻസി. അപ്പൊ ഞാന് സാറിന് പരിചയപ്പെടുത്തി കുറച്ചു കാലമായി. അപ്പൊ ഇവരുടെ സർവീസിൽ എനിക്ക് വന്നൊരു വിശ്വാസം, അതാണ് ഞാൻ എന്റെ പയ്യന്നൂർക്കാർക്ക് കൊടുത്തത് എന്നുള്ളതാണ്.